കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വൻ തിരിച്ചടി. മേയർ സ്ഥാനാർത്ഥിയായി യുഡിഎഫ് ഉയർത്തിക്കാട്ടിയ VM വിനു വോട്ടർപട്ടികയിൽ പേര് ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹർജി തള്ളിയതോടെ വിനുവിന് സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല. പകരം സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അറിയിച്ചു. സെലിബ്രിറ്റി ആയതിനാൽ മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ലെന്നും സെലിബ്രിറ്റികൾക്കും സാധാരണക്കാർക്കും ഒരേ നിയമമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത്. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന് ചോദിച്ച കോടതി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്നുപോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതെന്നും ചോദിച്ചു. വിനു കല്ലായി ഡിവിഷനിൽ നിന്നും വോട്ട് തേടി പ്രചാരണം ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ പട്ടിക പുറത്തു വന്നപ്പോഴാണ് വിനുവിന് വോട്ടില്ലെന്ന വിവരം അറിയുന്നത്. LDF ഭരിക്കുന്ന കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ VM വിനുവിനെ അടക്കം രംഗത്തിറക്കി തിരിച്ചുപിടിക്കാനായിരുന്നു UDFന്റെ നീക്കം. ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും കോടതി വിധി മാനിക്കുന്നുവെന്നും VM വിനു പ്രതികരിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, പക്ക രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്കല്ല അയ്യോ ഈശ്വര ഇനി എന്ത് അങ്ങനെ ചിന്തയൊന്നുമില്ല. നമുക്ക് സംഭവം ഓരോ സമയത്ത് സംഭവിക്കുന്നത് മാത്രം കരുതിയാൽ മതി. ആരിപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ? ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ അനാസ്ഥയുണ്ടല്ലോ, ഞാനും ശ്രദ്ധിക്കട്ടെ. ഹർജി തള്ളിയതോടെ നാളെ തന്നെ കല്ലായി ഡിവിഷനിൽ പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ഒരുപാട് വിനുമാറുണ്ടെന്നും അവർക്ക് വോട്ടവകാശം ലഭിക്കാൻ പോരാട്ടം തുടരുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. കല്ലായി ഡിവിഷനും പിടിക്കുവാനും ഇപ്പോൾ വിനുവിനുണ്ടായ അനുഭവത്തിൽ നിന്നുള്ള വേദനയ്ക്ക് പ്രതികാരം ചോദിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. ശക്തനായ സ്ഥാനാർത്ഥി കല്ലായി നാൾ പ്രഖ്യാപിക്കും. കോൺഗ്രസ് VM വിനുവിനെ അപമാനിച്ചുവെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. CPIM പറഞ്ഞ കാര്യം ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നുവെന്നും മെഹബൂബ് പ്രതികരിച്ചു. 2020 അയാൾ വോട്ട് ചെയ്തിട്ടില്ല. 2020 വോട്ടർ പട്ടികയിൽ വിനുവിൻ്റെ പേരില്ല. വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് കള്ള വോട്ടായിരിക്കും. ഇതെല്ലാം വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ അത് അവസാനിച്ചു. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം കൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുക. VM വിനുവിന് പകരം മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് നീക്കം. ന്യൂസ് മലയാളം, കോഴിക്കോട്.